എൻ്റെ പേര് ഫാദർ പോൾ പിണ്ടിയൻ എന്നാണ്. ഞാനിപ്പോൾ മുക്കാട്ടുകര ഇടവകയിലെ വികാരിയാണ്. അച്ചു എന്ന പൂച്ച എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ 2 വർഷം ആകുന്നു. മാർച്ചിലേക്കാണ്. എൻ്റെ ബർത്ത്ഡേക്കാണ് കഴിഞ്ഞ വർഷം 2023 മാർച്ച് 30 എൻ്റെ പിറന്നാൾ ദിനത്തിനാണ് അന്നത്തെ കൈക്കാരന്മാരും അന്ന് കൊച്ചച്ഛനായിരുന്ന മുട്ടത്തച്ഛനും കൂടെ വാങ്ങി തന്നത്. ഞാൻ പ്രതീക്ഷിച്ചതല്ല, അവരിങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് വൈകുന്നേരം കൊണ്ടുവന്നത്. അപ്പം എനിക്ക് പൂച്ചയുടെ നേരത്തെ ഒരു കുറുക്കഞ്ചേരി ഉള്ള സമയത്ത് പൂച്ചകളോട് ഒരു അടുപ്പം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അവരറിഞ്ഞ കാരണമാണ് അതിന് ഗിഫ്റ്റായിട്ട് അന്ന് വാങ്ങി തന്നത്. ഇപ്പം പൊതുവെ അത് വളർത്തു പൂച്ചയായ കാരണം പൊതുവെ ആ കുട്ടികൾക്കായാലും കാരണന്മാർക്കായാലും തന്നെ കൊണ്ടുനടക്കാനായിട്ട് ഇഷ്ടമാണ്. റോൾട്ടർ ബോയ്സ് കൊണ്ടുപോകാറുണ്ട്, പല മുതിർന്നവരും പുറത്തേക്ക് തന്നെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ മിക്കവാറും എല്ലാ ദിവസം രാവിലെ കൊണ്ടുപോയി അതിൻ്റെ മുടിയൊക്കെ ചെയ്യി ആഴ്ചയിൽ കുളിപ്പിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുളിപ്പിക്കൽ ഞാൻ ചെയ്യാറുള്ളൂ, മുടി വെട്ടല് നഖം വെട്ടലൊക്കെ പുറത്തുകൊണ്ട് ചെയ്യും. ഭക്ഷണം അതിൻ്റെ ഭക്ഷണമാണ് കൊടുക്കണം. മറ്റേ നാടൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. അത് നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കാറുണ്ട് പൂച്ചകളിലൊക്കെ, പക്ഷെ ഇത് അങ്ങനെ കഴിക്കാറില്ല. അപ്പം അതിൻ്റെ ഫുഡാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പം കഴിഞ്ഞ ഈ ഒക്ടോബർ 16 ഈ വൈകുന്നേരം ഊണൊക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്താണ് അത് വരാന്തയിൽ നിന്ന് സൺസൈഡിലേക്ക് ഒന്ന് ചാടി. അപ്പം അതിനെ കയറാൻ പറ്റാതെ വന്നു. അപ്പം അവസരത്തിലാണ് ഞാൻ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്. അതിന് കയറാൻ പറ്റാതെ ആയിപ്പോൾ. അപ്പോൾ കോണി എന്ന് വെച്ചത് ഒന്ന് സ്ലിപ്പായിട്ടാണ് വീണത്. അപ്പോൾ അതിൻ്റെ കാലിന് ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഭേദപ്പെട്ട് വരുന്നു. അപ്പം ഞാൻ പള്ളിയിലുണ്ട്. 2 ആഴ്ചയോളം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അത് തിരിച്ച് പള്ളി വന്നു. അപ്പം ആ സന്ദർഭത്തിലൊക്കെ ഇപ്പോൾ എൻ്റെ കൊച്ചച്ഛനാണ്, ആന്റണി ചിറ്റപ്പള്ളിയച്ഛനാണ് അതിനെ നോക്കിയിരുന്നത്. അതിന് തീറ്റ കൊടുക്കല്, കുളിപ്പിക്കലില്ല, തീറ്റ കൊടുക്കും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ആ ഓൾട്ടർ വോയിസ് വൈകുന്നേരം കുർബാന കഴിഞ്ഞാൽ ഒന്ന് നടത്താൻ കൊണ്ടുപോകും, അങ്ങനെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ എല്ലാവർക്കും നോക്കാനായിട്ട് അങ്ങനെ അപകടകാരിയായിട്ടുള്ള ഒന്നല്ല. അപ്പം അത് കാരണം പിള്ളേർക്കായാലും കൊണ്ടുപോവുക. അപ്പം അത് ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട്. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. കാരണം പോയി അകത്ത് വളർത്തുന്നത് ആ പൂച്ചയായ കാരണം തിരിച്ചു വരാനുള്ള റൂട്ടും ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവാണ്. അപ്പം എങ്ങനെയോ അത് പിറ്റേ ദിവസം ഇടവേൽപ്പെട്ടവര് കണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഞാനത് 1.5 വർഷത്തോളം എൻ്റെ കൂടെ അത് ഉണ്ട്. അത് അപ്പം അത് കാരണം കിട്ടിയപ്പോൾ സന്തോഷം തോന്നി. അത് ഞാനിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അതിനെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ വാക്സിനേഷൻ മറ്റു കാര്യമൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഇപ്പോൾ ഇതിനിപ്പോൾ 2 വയസ്സ് അടുത്ത മാർച്ചിലേക്ക് ആയിട്ട് 2 വയസ്സാവും അതിന്. അങ്ങനെ നിൽക്കണം പൂച്ചയുടെ കാര്യം. എൻ്റെ കാല് ഭേദപ്പെട്ട് ഞാൻ നടന്നു തുടങ്ങണു. ഇപ്പോൾ താഴേക്ക് ഇറങ്ങും, അങ്ങനെയൊക്കെ പ്ലാസ്റ്റൊക്കെ വെട്ടി കമ്പനിയിലെടുത്തു. ഇപ്പോൾ മെല്ലെ നടന്ന് ഇങ്ങനെ പരിശീലിച്ചു വരുന്നു. കുറച്ച് അസ്വസ്ഥയുണ്ട്, എന്നാലും തനിയെ കുഞ്ഞ് സമയമെടുത്ത് മാറുന്നതാണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത്.